ഹായ് ഫ്രണ്ട്സ്, ഈയിടെയായി പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മഴക്കാലത്തിന് മുൻപ് വീടിൻ്റെ സംരക്ഷണത്തിന് ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്ന്. നാം ആദ്യം തന്നെ ചെയ്യേണ്ടത് വീടിൻ്റെ മേൽക്കൂര പരിശോധിക്കുക എന്നുള്ളതാണ്. ടെറസ് ഏരിയകളിൽ വെള്ളം കെട്ടി നിൽക്കത്തക്ക രീതിയിൽ വേസ്റ്റുകൾ, ഇല, അതേപോലെ തന്നെ പൂപ്പൽ, പായലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് ഏരിയകളിൽ വല്ല വേസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യുക. അത് പ്രോപ്പറായിട്ട് മഴവെള്ളം പ്രോപ്പറായിട്ട് ഔട്ട് സൈഡിലേക്ക് പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന രീതിയിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. തന്നെ കേടായ ഓടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. പിന്നെ ടെറസിൽ വിള്ളലുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം മഴ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ആ ലീക്കിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ സൺഷെയ്ഡ് ഏരിയ, ബാൽക്കണി ഏരിയ, ഓപ്പൺ റൂഫ് ഏരിയകൾ അവിടെയെല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മെയിനായിട്ട് സൺഷെയ്ഡ് ഏരിയകളിലൊക്കെ മഴക്കാലമായാൽ എന്തായാലും നമ്മുടെ സൺഷെയ്ഡിലുള്ള വെള്ളം തട്ടിത്തെറിച്ച് സൺഷെയ്ഡ് വാളുകളൊക്കെ നാശമാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുള്ള എല്ലാ മുൻകരുതലുകളും ആദ്യം തന്നെ ചെയ്തു വെക്കുക. ചോർച്ച ഉണ്ടാകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നാശനഷ്ടം എന്ന് പറയുമ്പോൾ വീടിൻ്റെ ചോർച്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുവരുകൾ, അതേപോലെ തന്നെ സീലിങ്ങുകൾ കേടുവരാൻ സാധ്യത കൂടുതലാണ്. കൂടുതൽ ചോർച്ച നമ്മളെ ഈ സീലിങ്ങിൽ കോൺക്രീറ്റ് വലിച്ചെടുത്ത് നമ്മളെ അയൺ കമ്പികളൊക്കെ തുരുമ്പെടുത്ത് സീലിംഗ് അടർന്നു വീഴാനും സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ചുമരുകളിലുള്ള പെയിൻ്റൊക്കെ ഇളകിയിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മളെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അലർജികൾ എന്നിവയ്ക്കൊക്കെ ഈ ചോർച്ച കാരണമാകുന്നുണ്ട്. കൂടാതെ നമ്മളെ വീടുകളിലുള്ള ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ എല്ലാം നശിച്ച് വൻ നാശനഷ്ടം സംഭവിക്കാൻ ചോർച്ച കാരണം സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഇലക്ട്രിക്കൽ പ്രശ്നം. ചോർച്ച ലീക്ക് ഉണ്ടെങ്കിൽ എർത്ത് സംഭവിച്ചിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ നശിച്ചു പോകാനോ ഷോർട്ടായിട്ട് കത്തിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ചോർച്ച ഉള്ളൊരു വീടാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ന് വിപണിയിൽ വിപുലമായി പലതരം വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിന് പ്രോപ്പറായിട്ട് എന്താണോ നമ്മളെ പ്രോബ്ലംസ് എന്നുള്ളത് നോക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെ കൊടുക്കണം. വാട്ടർ പ്രൂഫിങ്ങിൽ നമ്മൾ 2K 2 കമൗണ്ട്, അതേപോലെ തന്നെ PU പോളിയൂറിത്തിൻ ബേസ് കോട്ടിങ്, അതേപോലെ തന്നെ APP മെമ്പറൈൻ ഷീറ്റ്, FRP ഫൈബർ കോട്ടിങ്, അങ്ങനെ പലതരം വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ നമ്മുടെ വിപണിയിൽ, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്യൂ എന്താണോ അതിനനുസരിച്ചുള്ള പ്രോപ്പർ സൊല്യൂഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നത്. വെള്ളക്കെട്ട് മീൻസ് വീടിന് ചുറ്റുമുള്ള ഓടകളും അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുക. ഇത് മഴവെള്ളം കെട്ടി നിൽക്കുന്നതും അതേപോലെ തന്നെ കൊതുക് വളർന്ന് പന്തലിക്കുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വീട്ടിലെ വാട്ടർ ലൈനുകൾ, വാട്ടർ പൈപ്പുകൾ, PVC പൈപ്പുകൾ പരിശോധിക്കുക എന്നുള്ളത്. ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മരങ്ങൾ വെട്ടിമാറ്റുക എന്നുള്ളത്. മരങ്ങൾ വെട്ടിമാറ്റുക എന്ന് വെച്ചാൽ വീടിനോട് ചേർന്ന് വളരുന്ന കൊമ്പൻ മരങ്ങളുടെ കമ്പുകൾ വെട്ടിമാറ്റുക. അതായത് കാറ്റും മഴയും മൂലം മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ വേണ്ടി അത് സഹായിക്കുന്നതാണ്. ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വൈദ്യുതി കണക്ഷനുകൾ പരിശോധിക്കുക എന്നുള്ളത്. വൈദ്യുതി സപ്ലൈ ആവുന്ന വയറുകൾ, അതേപോലെ തന്നെ സ്വിച്ചുകളെല്ലാം പ്രോപ്പറായി വർക്കിംഗ് ആണ്. സ്വിച്ചുകൾക്ക് കേടുപാടുകൾ ഒന്നുമില്ല, അതേപോലെ തന്നെ വയറുകൾക്ക് കേടുപാടുകൾ ഒന്നുമില്ല എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിന് നമ്മുടെ മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷന്, വീടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.